വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇതൊക്കെ വെള്ളാഞ്ചേരി പലതും പറഞ്ഞു എന്ന് പറയുന്നു കേട്ടോ, അതാണ് ഞാൻ ഇതൊക്കെ വിശദമായിട്ട് തന്നെ പറഞ്ഞ തെറ്റിദ്ധാരണകൾ തീരണം. 10 മണിക്ക് വീട്ടിൽ വരാമെന്ന് പറഞ്ഞ ആളുകൾ വൈകുന്നേരമാണ് വരുന്നത്. ഈ 2 ആളുകളും വരാമെന്ന് പറഞ്ഞ സ്ഥാനത്ത് കൂടെ ഇസ്മായിൽ ഫൈലി, ഹുസൈൻ ഖാസിമി, അബ്ബാസ് ഫൈലി, വേറെ ആരൊക്കെ ഒന്നായിട്ടൊരു കൂട്ടമായിട്ടാണ് വന്നത്. വന്നിട്ട് താരീഖ് മഷായിഖ് ഖാദിരിയ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരാൾ, വടക്കേ ഇന്ത്യയിൽ ഒരാൾ എഴുതിയ ഒരു ഉറുദു കിതാബിൻ്റെ ഒരു 1ാം വാല്യവുമായിട്ട് വന്നിട്ട് അതിലിങ്ങനെ 16 തരീഖത്തിനെ സംബന്ധിച്ച് സ്പർശിക്കുന്ന ഒരു ഭാഗം കാണിച്ചു തന്നു, തെളിവ്. അപ്പം ഞാൻ ചോദിച്ചു, ഇതല്ലല്ലോ നമ്മളെ വിഷയം ആകെ തരീഖത്തുകൾ ഇത്ര, അതിൽ നിന്ന് ഒന്ന് സ്വീകരിച്ചാൽ മോമിനും ബാക്കിയുള്ളത് സ്വീകരിച്ചാൽ മുസ്ലിമേ ആകുള്ളൂ, ഇതല്ലേ നമ്മളെ വിഷയം, അത് തീരുണ്ടോ? അതില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവരോട് വളരെ ഗൗരവമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ വാദം ഭയങ്കര അപകടമുള്ള വാദമാണ്. നിങ്ങൾ ഈ ഒരു തരീഖത്ത്, നിങ്ങളെ തരീഖത്ത് മാത്രം സ്വീകരിച്ചാലേ മുഅ്മിനാകുള്ളൂ അല്ലെങ്കിൽ മുസ്ലിമേ ആകുള്ളൂ എന്ന് പറയുന്ന വാദം വളരെ അപകടമുള്ള വാദമാണ് എന്നവർ അത് ശരിയാണല്ലേ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി. അതിൻ്റെ ശേഷം പിന്നീട് ബന്ധപ്പെട്ടതൊന്നുമില്ല. അതിൻ്റെ ശേഷം ഷെയ്ഖ് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അപ്പം ഇങ്ങനെ പലരും പറഞ്ഞു, ഷെയ്ഖ് പറയുന്നുണ്ട് അവർക്ക് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ച്, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നോടൊന്ന് ചോദിച്ചൂടെ, എന്നാൽ എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാലോ, സമസ്തൻ്റെ ആലിമീങ്ങൾ എവിടേക്ക് വിളിക്കുകയാണെങ്കിലും ഞാൻ വരുമല്ലോ, എനിക്കതിന് പ്രശ്നമല്ലല്ലോ എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇവിടെ കിട്ടുകയും ചെയ്തു. അതിൻ്റെ പുറമെ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളെ തരീഖത്തിനെ സംബന്ധിച്ച് സമസ്ത ഒരു തീരുമാനം എടുക്കുമ്പോൾ അയാൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ അതിനുള്ളൊരു അവസരം അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മളുടെ ബാധ്യതയാണല്ലോ എന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പണ്ഡിതന്മാർ മനസ്സിലാക്കി. അപ്പോൾ അതിനെവിടെ ഒരു സ്ഥലം? എന്നാൽ എറണാകുളം TVയിൽ അയാളോട് അങ്ങോട്ട് വരാൻ പറയാം, നമ്മൾക്കും അങ്ങോട്ട് ചെല്ലാം. സമസ്തയുടെ പ്രസിഡന്റ് അടക്കം സെക്രട്ടറി അടക്കം ബാപ്പ മുസ്ലിയർ, ആലിക്കുട്ടി മുസ്ലിയർ തുടങ്ങി ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോയി. ഒരു വെള്ളിയാഴ്ചയാണ് പോയത്, അസർക്ക് അവിടെ എത്തിയത്, സമയം കുറവായിരുന്നു. അങ്ങനെ അയാൾ വന്നു, എല്ലാവരും ഒന്നിച്ചിരുന്നു, വളരെ സൗഹാർദ്ദപരമായി ഇരുന്ന് ഫാത്തിഹ ഓതി ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് ദുആ ചെയ്തു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം അയാൾ പറഞ്ഞു, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അതിന് തന്നെയാണല്ലോ നമ്മൾ പോയിട്ടുള്ളത്, അയാൾക്ക് സംസാരിക്കാനുള്ളത് കേൾക്കാൻ തന്നെയാണല്ലോ. സംസാരിക്കാം. അങ്ങനെ അയാൾ സംസാരിക്കാൻ തുടങ്ങി. അയാളെന്താ സംസാരിച്ചത്? അയാളുടെ ജീവിത ചരിത്രം. അയാൾ 9ാം വയസ്സിൽ നാട് വിട്ടു. അയാളുടെ വാപ്പ ഇന്ന ആളാണ്, വല്ലിപ്പ ഇന്ന ആളാണ്, കുടുംബം ഇന്നതാണ്, ഇന്ന സ്ഥലത്തൊക്കെയാണ് താമസിച്ചിരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനം 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാട് വിട്ടുപോയി. അങ്ങനെ 1974 നാട്ടിലേക്ക് തിരിച്ചു വന്നു. അതിൻ്റെ ഇടയിൽ കുറേ മല കയറി. ഹാജി മലങ്കിൽ 11 മാസം താമസിച്ചു. ബഗ്ദാദിൽ പോയി, പാകിസ്ഥാനിൽ പോയി, ശരീഅത്ത് വിട്ട നിലയിലും കഴിഞ്ഞു. നാട്ടിൽ വന്ന് ശരീഅത്തിലേക്ക് മടങ്ങി. നാട്ടിൽ വന്നപ്പോൾ പലരും എന്നെ എതിർക്കുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്തു. അവരൊക്കെ പരാജയപ്പെട്ടു. അവരോടൊക്കെ അള്ളാഹു തന്നെ ചോദിച്ചതിനാൽ ഞാൻ ചോദിക്കേണ്ടി വന്നില്ല. ഇതിനൊക്കെ കുറേ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. മൂപ്പര നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ മൂപ്പര ചില ആളുകൾ എതിർത്തു, അവർക്കുണ്ടായ സംഭവങ്ങളൊക്കെ അതൊക്കെ ഞങ്ങളിരുന്ന് കേട്ടു. കാരണം അയാൾക്ക് പറയുന്നത് കേൾക്കണമല്ലോ. എനിക്ക് കുറച്ച് പറയാണ്ട്, ഞങ്ങൾ കേൾക്കണം എന്ന് പറയുമ്പോൾ നമ്മളത് കേൾക്കാതിരിക്കാൻ പറ്റും. ഞങ്ങളൊക്കെ അതിരുന്ന് കേട്ടു. കേട്ട് കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട സയ്യിദി മുസ്ലിയാർ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടു, ഞങ്ങളിവിടെ വന്നത് നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യങ്ങൾ നേരിട്ട് നമ്മൾ ചോദിച്ചെങ്കിലല്ലേ സംശയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചില കാര്യങ്ങൾ ചോദിച്ച്
നിങ്ങൾ അതിൻ്റെ മറുപടി കിട്ടാൻ വേണ്ടി വന്നതാണ്. ചോദിക്കാം. അപ്പോൾ കുറഞ്ഞ ചോദ്യങ്ങൾ മാത്രം ചോദിച്ചു. ഒന്നാമതായി നേരത്തെ പറഞ്ഞ് കുൻ എന്നതിനെ സംബന്ധിച്ച്, കുൻ എന്ന് പറയുന്ന ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വൈദാ ഖദാ അംറൻ ഫഇന്നമാ യകൂനു ലഹു കുൻ ഫയകൂൻ. സൂറത്തുൽ ബഖറ 117. ഇദാ ഖദാ അംറൻ ഇന്നമാ യകൂനു ലഹു കുൻ ഫയകൂൻ. ആലി ഇംറാൻ 47. ഇന്നമാ ഖൗലുനാ ലിശൈഇൻ ഇദാ അർദനാഹു അൻ നഖൂല ലഹു കുൻ ഫയകൂനു. അൻ-നഹ്ൽ 40. സുബ്ഹാനഹു ഇദാ ഖദാ അംറൻ ഫഇന്നമാ യകൂനു ലഹു കുൻ ഫയകൂൻ. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഇങ്ങനെ സൂറത്ത് മറിയം 35, സൂറത്ത് യാസീൻ 82, വേറെയും പല സ്ഥലങ്ങളിലും ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കുന്ന്. ഈ കുന്നിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആന്റെ നസ്സാണ്. ഇദാ അറാദ ശൈഅൻ, ഇദാ ഖദാ അംറൻ, ഇദാ അറാദ ശൈഅൻ. ഏതൊരു വസ്തുവിനെയും, ഒരു വസ്തുവിനെയും അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. ഏതൊരു വസ്തുവിനെയും അള്ളാഹു സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു കുൻ എന്ന് പറയും. അപ്പോൾ അത് 2 അക്ഷരങ്ങളുണ്ട്. അതിന് പുള്ളി ലൊമോ സുക്കൂനൊക്കെ ഉണ്ട്. ഇതിനെ സംബന്ധിച്ച് ഇയാളുടെ പുസ്തകത്തിൽ, ഷെയ്ഖിൻ്റെ പുസ്തകത്തിൽ ഗുൽസാറെ ഖദീറിൽ പറയുന്നത്, അതിൻ്റെ 70-ാം പേജിൽ പറയുന്നത്, മറ്റൊരു സ്ഥലത്തും അങ്ങനെ പറയുന്നുണ്ട്, കുന്ന് മുഴുവൻ വേണ്ട. ഏത് വസ്തുവിനെ അള്ളാഹു സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചാലും കുൻ എന്ന് പറയുന്ന ഖുർആൻ പറയുന്നത്, ഖുർആന്റെ നസ്സാണത്. എന്നിട്ട് ഇയാളുടെ പുസ്തകത്തിൽ പറയുന്നത് കുന്നിങ്ങോട്ട് മുറിച്ച് 5 ഓഹരിയാക്കുക, കാഫിനങ്ങോട്ട് വേറെ ആക്കുക, നൂനങ്ങോട്ട് വേറെ ആക്കുക, അതിൻ്റെ ലൊമ്മൊന്ന് വേറെ, അതിൻ്റെ സുക്കൂനൊന്ന് വേറെ, നൂനിൻ്റെ പുള്ളി ഒന്ന് വേറെ. കാഫ് കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു ഉണ്ടാക്കിയത്. അപ്പം അത് ഷെയ് അല്ലേ? അപ്പോൾ റസൂലുള്ള ഷെയ് അല്ല. കാരണം കാഫുള്ളപോലെ കുന്നില്ലല്ലോ. ലൊമ്മ കൊണ്ടാണ് അലി റളിയല്ലാഹു തആല അൻഹുവിനെ പഠിച്ചത്. അതിന് ഈ ലൊമ്മ് മാത്രം മതി. നൂന് കൊണ്ടാണ് ബീബി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ ഉണ്ടാക്കിയത്, സൃഷ്ടിച്ചത്. ലമ്മ കൊണ്ടാണ്, അതിൻ്റെ ജസ്മു കൊണ്ടാണ് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഉണ്ടാക്കിയത്. പുള്ളി കൊണ്ടാണ്, നൂനിൻ്റെ നുക്ത, അതിൻ്റെ പുള്ളി കൊണ്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഉണ്ടാക്കിയത്. ഈ ഖുർആന്റെ നേരെ നസ്സിനെതിര്. ഏതൊരു വസ്തുവിനെ അള്ളാഹു സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചാലും കുൻ എന്ന് പറഞ്ഞ ഖുർആന്റെ നസ്സിന് നേരെ എതിര്, ഖുർആന്റെ നസ്സിനെതിര് ഇതാണ് ഇവിടെ പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് ആദ്യം ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അതിന് പറഞ്ഞ മറുപടി, തരീഖത്തിൽ ചേർന്ന് മുഅ്മിനായവർക്ക് മാത്രമേ ഇത് തിരിയുകയുള്ളൂ. ഇതൊന്നും നിങ്ങൾക്ക് ആർക്കും തിരിയില്ല. ശൈഖിൻ്റെ മറുപടിയാണ്. അതിന് എന്താ പറഞ്ഞത്, ജിമായിൻ്റെ ലദ്ദത്ത് അത് അനുഭവിച്ചവർക്ക് മാത്രമല്ലേ അറിയുകയുള്ളൂ എന്ന പോലെ. മിസാലും പറഞ്ഞു, ഞങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞെന്നാൽ വേഗം മനസ്സിലാവുമല്ലോ. അപ്പം നമുക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങൾ 2ാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു. 2ാമത്തെ ചോദ്യം, ഈ നിങ്ങളുടെ തരീഖത്തിൽ ചേർന്നാലേ മുഅ്മിനാവുകയുള്ളൂ, അല്ലാത്ത ഏത് തരീഖത്തിൽ ചേർന്നാലും മുസ്ലിം മാത്രമേ ആവുകയുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞതായി ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു. എന്താണ് നിങ്ങളിങ്ങനെ പറയുന്നത്? എന്താണ് ഈ മുഅ്മിൻ, എന്താണ് ഈ മുസ്ലിം? ഞങ്ങളെ ആവശ്യം എന്താ വെച്ചാൽ ഇതെങ്ങനെയെങ്കിലും നിഷേധിച്ച് കിട്ടിയെങ്കിൽ ഈ മുസീബത്ത് നീങ്ങി കിട്ടിയാലോ. ഇത്രയും കാലം 6 കൊല്ലം നമ്മൾ ടൈം കൊടുത്തു.
ഈ വാദം ഞങ്ങൾക്കില്ല എന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് 6 കൊല്ലം ടൈം കൊടുത്തു. അവസാനം ഷെയ്ഖിൻ്റെ എത്തി എന്നപ്പോൾ ഷെയ്ഖ് നിഷേധിച്ചില്ല. ഷെയ്ഖ് അതിനെ ന്യായീകരിക്കുക ചെയ്തത്. ഷെയ്ഖ് പറഞ്ഞു, ഈമാനും ഇസ്ലാമും ശരീഅത്തിൽ ഒന്നാണെങ്കിൽ തരീഖത്തിൽ 2ആണ്. നല്ല മറുപടി. അത് ചിലപ്പോൾ ആരെങ്കിലും പഠിപ്പിച്ചത് ഇക്കാരം ഖലീഫമാരാണ് ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്, നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു